ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നും അല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിയിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും, മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബ പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടാണ്. ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഫാരി എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. മോള് മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡോക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയും ബഹളം ഉണ്ടാക്കുവോ? ഇഷ്ടം പറഞ്ഞ എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം, കാണാനും കുറച്ച് ഭംഗി ഉണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമയന്ത്രന? അതെ. നീ എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ ഡ്രൈവറെ ഞാൻ എന്റെ മരുമകനാക്കണം അല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. എനിക്കിനി വേറെ വിവാഹം ആലോചിക്കണ്ട. അനിയൻ അറിഞ്ഞാൽ നിന്നെ വെച്ചിട്ടില്ല. ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പൊന്നാരിച്ചാ തെറ്റായി പോയത്. വേണ്ടാവിനം പറഞ്ഞാണ്ടല്ലോ, തള്ളയില്ലാത്തതാണെന്നൊന്നും ഞാൻ കരുതൂല. ഒത്തു തുറക്കും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച അവര് വരും. ഇനി നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിൽ ആ കല്യാണം നടക്കും. നിന്റെ മനസ്സിലുള്ളതും കളഞ്ഞര്. ഇല്ല, അത് കഴിയില്ല. ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമേന്ദ്രനായി മതി. എന്താ ഭേദം വെച്ച് അച്ഛനത് ചെയ്തു. എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്. ചേട്ടനെങ്ങാനും പറഞ്ഞ നിന്നെ കൊന്നുകളയും. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോളെ, നിനക്ക് എന്താടി പറ്റിയത്? എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എടോ ഈശ്വരപിള്ളേ. എന്താ മുതലാളി? വാടോ. ആ വാതിലടച്ച് കുറ്റിയിട്ടെ. എന്തിനാ? ആ വാതിലടച്ച് കുറ്റിയിടാൻ. ഓ, വാതിൽ തുറക്ക. എടി വാതിൽ തുറക്കാൻ. ഇല്ല, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കിടക്കും. ഇവിടെ കിടന്ന് ചാകും. എന്നാ ചത്തോടി. നിന്റെ ശവെടുക്കലിന് മുമ്പേ ഞാൻ അവനെ കണ്ടു വരട്ടെ. അച്ഛാ, അയാൾ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ അച്ഛൻ പോകുന്നെങ്കിൽ അയാളോടൊപ്പം ഞാനും ഇറങ്ങി പോകും.
അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? മോളിറങ്ങി പോവോ? മുതലാളി എന്താ ഈ പറയണത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേമേന്ദ്രൻ അത്രക്കാരനല്ല. എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അവൻ ചെയ്ത് മഹാ തെറ്റായിപ്പോയി. ഞാൻ അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എവിടെങ്കിലും പോയി തൊലയട്ടെ. ചേട്ടൻ ബാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ. മുതലാളി അവനൊന്നും ചെയ്യരുത്. അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും. അവനൊരു പാവാ. അവൻ പാവാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത്. എന്റെ മോക്കടെ ഇഷ്ടം അതാണെങ്കിൽ എങ്കിൽ മുതലാളി ഈ ജമ്മത്തി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും. അവൻ നല്ലവനാ. ഇത്തിരി കാശിന്റെ കുറവുള്ളൂ. അതൊന്നും സാരമില്ലടോ. എന്റെ മോക്കടെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ. താൻ വാതിൽ തുറക്ക്. അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം. ശരി മുതലാളി. എന്താ ചേട്ടൻ വല്ലത് പറഞ്ഞ? ഇവൻ കൊണ്ടുവന്നില്ല ആ പന്നിടുമൻ ഡ്രൈവർ. അവൻ നമ്മുടെ കുടുംബത്തെ കയറി പ്രേമിക്കാൻ മാത്രമായ. ഇത് നീ എങ്ങനെ അറിഞ്ഞ്? അവള് നിന്നോടും പറഞ്ഞ? പറഞ്ഞാന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. അവനെ അല്ലാതെ വേറെ ആരെയും അവള് കെട്ടൂലെന്ന്. നിന്നോട് പറഞ്ഞ പോലെ എന്റെ മുഖത്ത് നോക്കി അവൾ എന്നോടും പറഞ്ഞ്. അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. നിക്കടാ. തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ല, അവളും തെറ്റുകാരിയല്ലേ. രണ്ടാള് തെറ്റ് ചെയ്താ അതിനൊരാളെ ശിക്ഷിക്കുന്നത് ശരിയാണാ? അതുമല്ല, അവൻ എന്താടാ ഒരു കുറവ്? വിവരവും പഠിപ്പുമില്ലേ? നല്ല കുടുംബത്തിൽ പിറന്നവനല്ലേ? പിന്നെ ഇത്തിരി കാശിന്റെ കുറവ് അത് നമ്മുടെ കയ്യിലില്ലേ? അല്ല, ചേട്ടൻ എന്താണ് ഈ പറഞ്ഞാണ്ട് പറയണത്? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങാട്ട് നടത്തിയാലാ? ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇവിടുത്തെ ഡ്രൈവറെ നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. തുപ്പടവരെ തുപ്പട്ടടാ. ഒരു വട്ടപൂജ്യത്തിൽ നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത്. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അവനെ എനിക്കിഷ്ടമാടാ. തല്ലാനും കൊല്ലാനും ഒക്കെ പോണതിന് മുമ്പ് നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടൻ തീരുമാനിച്ച അതെന്റെയും തീരുമാന. എന്നാലും ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഇനി ഒന്നും ആലോചിക്കാനില്ലടാ. നമ്മക്ക് ഇതങ്ങോട്ട് നടത്താം. ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം? എന്നാ കൊടുകൈ. ഇപ്പോഴാണോടാ എഴുന്നേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മീൻകെട്ടിൽ കാവലി കിടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്. രാത്രി മുഴുവൻ കാവല്, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമവും അല്ലേടാ? എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടൻ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മുതലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല, പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹ! എന്റെ മോളെ കണ്ണും കൈയും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ. നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വാ. അവരെല്ലാം സുഖമില്ലാതെ കിടപ്പില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ആ, എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം. വേഗം കുപ്പായം മാറ്റി വാ. എന്താടോ? ഒന്നുമില്ല. വെടികൊണ്ട പന്നിയെപ്പോലെ നിൽക്കാതെ വേഗം പോയി റെഡിയാവാൻ നോക്കടാ. നിന്റെ വീട്ടിൽ വന്ന് ചേട്ടമ്പാവ പറയാൻ പോകുന്ന എന്താണെന്നറിയൂ? നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാരും. അതേടാ, താൻ എന്തായി പറയുന്നത്? അമ്മൂനെ നിനക്ക് കെട്ടിച്ചു തരാൻ ചേട്ടൻ ബാവയും അനിയൻ ബാവയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അതാടാ ചേട്ടൻ ബാവി അനിയൻ ബാവി. അവര് തീരുമാനിക്കുന്നത് എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല. എന്നാലും പിള്ളച്ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? അവള് കരഞ്ഞു വിളിച്ച് ബഹളുണ്ടാക്കി. നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയെന്ന് പറഞ്ഞു. ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു. എല്ലാം നിനക്ക് വേണ്ടിയാ. ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്ത് പിള്ളച്ചേട്ടാ? അമ്മൂനോടും മാളൂരോടെന്ന പോലെ ഒരു തമാശയായിട്ടാ ഞാൻ. ഒക്കെ ഈശ്വരനിശ്ചയാന്ന് കൂട്ടിയാ മതി. കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടത്തെ പെണ്ണിനെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ. വെറുതെ ഒന്ന് സമയം കളാതെ വേഗം റെഡി ആയിട്ട് വാ. നമുക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? ആ ചേട്ടാ, നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ അവനോട് സംസാരിച്ചാ വരണേ. ആഹാ, ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ
അപ്പൊ ഞാനൊന്നും പറയണ്ടേ? ഹ, ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയല്ലേടാ. ഇനി ഇതാ പാട്. എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല. എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല. എടാ ഇനി വൈകിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം. അല്ല, ഇന്നലെ കൃഷി ഓഫീസർ വരണത്. ആ. അയാ വരുമ്പോ നമ്മ ഇവിടെ ഇല്ലാണ്ടിരുന്ന. ഓ ഞാനത് മറന്നു. ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട. ഞാൻ പോയേച്ചും വരാം. കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി. അത് ശരിയാണ്. ആ. മുമ്പേ എന്തിനാ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത്? ആ. ആരെങ്കിലും ഒരാൾ പോയാ പോരെ. അപ്പൊ ചേട്ടൻ പോയിച്ചു വാ. അമ്മേ ദേ ചേട്ടൻ വന്നു. വന്നാട്ടെ. ആ. വലിയ മുതലാളിയാ. നമസ്കാരം. നമസ്കാരം. കേറിയിരിക്കാം. വന്നാട്ടെ. ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതൊന്നും സാരമില്ല കുട്ടി, അങ്ങോട്ട് ഇരുന്നോളൂ. മുതലാളി, ഇത് അമ്മ, ആ. ഇത് വല്യമ്മ, ഇത് അമ്മൂമ്മ, ഇത് സീത പെങ്ങളാ. പ്രേമന്റെ അച്ഛൻ എവിടെ? ഇവിടില്ല, അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങോട്ടോ? എന്തിന്? നിന്റെ വിവരങ്ങൾ അറിയാനാ. നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി? വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി. പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമസ്കാരം. ആരാ? ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ. ഇത് എന്റെ അച്ഛൻ. ഇത് അച്ഛന്റെ അച്ഛൻ. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളൂ? മക്കളാരും ഇല്ലേ? ഉണ്ടുണ്ട്. എന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ അവൻ. പ്രേമേന്ദ്രൻ. പോയി കാപ്പിടുക്കടി, അകത്തോട്ടിരിക്കാം. ഓ ഓ, ഓ. ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച്. ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ. പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതാ ഞങ്ങളുടെ ഇഷ്ടം. ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ടേ ഞങ്ങള് കരുതും. ഇനി പ്രേമന്റെ അച്ഛനോട് ആലോചിക്കാൻ. അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങള് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയൻ പറഞ്ഞോളും. എന്റെ മാളൂനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? അത് പിന്നെ ചോദിക്കാനുണ്ടോ? മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കൃഷ്ണനും രാധയും പോലെ. ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചിൽ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല. എന്താ? അതെ, ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള്. കാര്യങ്ങളൊക്കെ അറിയാലോ. ഒക്കെ അറിയാം. ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഓ, എല്ലാം പറഞ്ഞതുപോലെ. വരട്ടെ. ആഹാ, കേട്ടെത്തിയല്ലോ. ആ ഞങ്ങ അങ്ങാട്ട് പോയപ്പോ നിങ്ങ ഇങ്ങാട്ട് വന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അനിയൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. ആ അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ്. അല്ലാതെ വരില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ. വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ. കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളുടെ മരുമകനായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ. മോനെ പ്രേമേന്ദ്ര, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇനി കല്യാണത്തിന് വന്നാ പോരായിരുന്നോ? അവൻ ഇവിടെ നിന്നോട്ടെ. ഒരുക്കങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ. എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. ശരി, എന്നാ നീ ഇവിടെ നിന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി. ശരി. ആ കൃഷി ഓഫീസർ വന്നു, വാ പറയാം. എടാ കൊച്ചുമുലാളി, അവസാനം എന്നെ മറന്നാളായിരുന്നു. എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം. ഈശ്വരപിള്ളേ, ഓ എന്തോ. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഇറങ്ങി മുമ്പിലിരിക്കെ. നാളെ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞിറങ്ങില്ലേ?
ചേച്ചിക്ക് അമ്പലത്തിൽ പോണെങ്കിൽ പിള്ളച്ചേട്ടനെ വിളിച്ചാ മതിയായിരുന്നു. പ്രേമേട്ട ഇപ്പോഴത്തെ ഡ്രൈവർ അല്ലെന്നറിയാലോ. പ്രേമേട്ടെന്നൊക്കെ വിളിക്കാൻ വരട്ടെ, അതിനൊക്കെ സമയാവണേ ഉള്ളൂ. പോവാം. എന്തായിരുന്നു അത്? ഏത്? ഇത്ര ചിരിക്കാൻ? ഓ, അത് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ച്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് അടുപ്പൊന്നും ആരോടും കാണിക്കണ്ട. അല്ല, ഇവിടെ നടക്കാൻ പോണത് മാള് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്നോ? ഞാൻ ചാകുമെന്ന് ഭീഷണിപ്പെടുത്തിട്ട് അച്ഛൻ സമ്മതിച്ചത്. ഓ, താങ്ക്സ്. പിന്നെ ഈ മുന്നറിയിപ്പിനും താങ്ക്സ്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂനോട് അടുപ്പം കാണിക്കും. വേണ്ട, കല്യാണം കഴിഞ്ഞാൽ അടുപ്പം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടും പോകണ്ട. നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാം. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ലേ. ഞാൻ വിചാരിച്ചു പ്രേമേട്ടൻ എന്നോട് ഒരുപാട് സംസാരിക്കാൻ കാണുമെന്ന്. നമ്മൾ തമ്മിൽ എന്താ ഇതിന് മാത്രം സംസാരിക്കാൻ? എന്തൊക്കെയുണ്ട്? നമ്മുടെ ഹണിമൂണിനെ പറ്റി, നമുക്ക് ഹണിമൂണിന് പോകേണ്ട സ്ഥലങ്ങളെ പറ്റി. ഹണിമൂണോ? നമ്മളെന്തിനാ ഹണിമൂണിന് പോകുന്നത്? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ വേറെ ആളുകളാണ് ഹണിമൂണിന് പോകേണ്ടത്. എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണം. അനിയൻ ബാവ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാവ പറയുന്ന അമ്മുന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാൻ അല്ലടാ പോത്തെ. ഇത് അവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ, ഓ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ട വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോടിന്റെ കാര്യം എന്താ ഉള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മുവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മൂനെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പൊ എന്റെ മനസ്സ് നിറയാവളാ. ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. പ്രേമ, ഇത് അപകട എന്ന് വെച്ച് ഞാൻ പേടിച്ചോടണോ? ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവനാ. ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും. അയ്യോ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ നേരെ ചെന്ന് പറയാൻ പോവാ. എന്ത്? ഞാനും മാളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. പിന്നെ നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? താൻ പറഞ്ഞിട്ടാണെന്ന് പറയും. താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നളയും. ആര്? താനാ? ഞാനല്ല, എന്നെ അവര് കൊന്നളയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പോഴാ? എടാ പോത്തെ, ഈ വിവരം നമ്മൾ വഴി അനിയമ്പാവേം ചേട്ടൻ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട, പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത്. മാറി നിന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലൂ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറിറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്തോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്തോക്കി ധൈര്യമായിട്ട് പറഞ്ഞോ. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെ ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെപ്പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല,
അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊളപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ചേട്ടാ ചതിച്ചു. ദാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ വാ, എല്ലാം പിടിച്ചോ? കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരൂടാ. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ. ആരാടാ അവിടെ? എന്താടാ? നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പോ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ കേൾപ്പിച്ചു കൊറടാ. എന്താടാ പട്ടി ഇത്? ചെകുത്താൻ കയറി വിടണം. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. പോകേടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല. എടാ ഒന്ന് ശരിയാക്കടാ. ദേ, ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.